ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 81ാം റാങ്ക് സ്വന്തമാക്കിയ റീനു അന്ന മാത്യു പത്തനാപുരം സ്വദേശിനിയാണ്. റീനുവിന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ സന്തോഷവും ആഘോഷങ്ങളും ഒക്കെ നടക്കുകയാണ്. റീനു റാങ്കുകാരി നമ്മളോടൊപ്പം ചേരുകയാണ്. റീനു പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുമല്ലോ. നമ്മൾ ഇപ്പം എൻ്റെ 4th അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നാലാം തവണയാണ്. പഠിച്ച ക്ലാസ്സുകളിലെല്ലാം ഒന്നാമതായിരുന്നു, ഇവിടെയും അല്ലേ? അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. പിന്നെ കോളേജ് കയറിയപ്പോഴത്തേക്കും സിവിൽ സർവീസ് ഒരു ആഗ്രഹം വന്നു. പിന്നെ അതിനുശേഷം കോളേജ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്തു. പിന്നെ പ്രിപ്പറേഷനും ടീച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോൾ 4 വർഷം ടീച്ചിങ് ആയിരുന്നു അല്ലേ? ടീച്ചിങ് പാർട്ട് ടൈം ടീച്ചറായിരുന്നു. എങ്ങനെയായിരുന്നു ഇത്? ആരായിരുന്നു പ്രചോദനം? അങ്ങനെയില്ല, കോളേജിൽ ചെന്നപ്പോഴത്തേക്കും ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പോൾ ഡൽഹിയിൽ പൊതുവേ നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഈ സർവീസിനെ കുറിച്ച് അറിഞ്ഞു. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഒരു ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴും നല്ലൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പ്രചോദനമാണ്. നമ്മുടെ ടീച്ചേഴ്സ് തൊട്ട് ഫാമിലി തൊട്ട് എല്ലാവരും പ്രചോദനമാണ്. ഏറ്റവും കൂടുതൽ കടപ്പാട് ഈ സമയത്ത് പറയാനുള്ള? ആദ്യം ദൈവത്തിനോട് കടപ്പാട് പറയുന്നു, പിന്നെ എൻ്റെ അമ്മയോട്. ഇവിടെ ഇപ്പം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഈ കൂട്ടത്തിൽ അമ്മയെ മാത്രം ആരും കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ ഇല്ലാത്തത്? അല്ല, ബാങ്കിലെ ജോലിയാണ്, കാനറ ബാങ്ക്. പേരെന്താ അമ്മയുടെ പേര്? അനി മാത്യു. എങ്ങനെ മോള് റാങ്ക് പത്തനാപുരം പഞ്ചായത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്? വളരെയധികം സന്തോഷം. വളരെ സെലക്ഷൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയും ഹൈ ഒരു റാങ്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷേ എന്തായാലും അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. മോളെ ഒരു IAS ആക്കണമെന്ന ആഗ്രഹമായിരുന്നു? അത് തീർച്ചയായിട്ടും അതായിരുന്നു. ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ തൊട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നത്. പക്ഷേ അപ്പം നമ്മളതിനെല്ലാം സപ്പോർട്ട് ചെയ്തു. ഒരു വലിയ കാര്യമുള്ള ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ആ ഒരു നേച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഡോക്ടറാണല്ലേ? MD പഠിക്കുന്നു ഡൽഹി. ഇളയാള് CA എല്ലാ മേഖലയിലുള്ളവരും. ഈ സമയത്ത് എന്താണ് പറയാനുള്ളത് നമ്മുടെ 24 പ്രേക്ഷകരോട്? 24 പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഇതിനൊരു പ്രയോജനം ദൈവം തരുമെന്നുള്ളതാണ്. കാരണം 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പം പാസ്സാകുന്നത്. ആദ്യത്തെ 3 അറ്റംപ്റ്റിലും കിട്ടിയില്ല. പക്ഷേ 3ാമത്തെ അറ്റംപ്റ്റിൽ നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ചെയ്തായിരുന്നു പോയിരുന്നു. പക്ഷേ ആ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അവസാനം അത് സക്സസ് ആയി. അതൊരു ഹാർഡ് വർക്ക്. അത് റീനുവിന് തന്നെ ആയിരിക്കും പറയാനുള്ളത്. റീനു, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇതിപ്പം അപ്പ പറഞ്ഞ പോലെ തന്നെ 3-4 വർഷമായി. അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സക്സസോ ഫെയിലിയറോ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, ആ ഒരു വില്ല് കണ്ടിന്യൂ ചെയ്യുക ഫൈറ്റ് ചെയ്യാനുള്ള. സോ ദാറ്റ് വുഡ് ബി സംതിങ് വിച്ച് ഐ ഹാവ് ടു ടെൽ. IAS തന്നെയായിരുന്നു താല്പര്യം. സാധാരണ ചിലർക്ക് പോലീസ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കായിരിക്കും, IPS എന്നുള്ളതായിരിക്കും. റീനു IAS ആണോ IPS ആണോ? ഞാൻ ഫോറിൻ സർവീസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. സോ IFS ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. മിക്കവാറും അതായിരിക്കും കിട്ടാൻ ചാൻസ്. അങ്ങനെ പത്തനാപുരം പഞ്ചായത്തിലേക്ക് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു സിവിൽ സർവീസ് റാങ്കുകാരി എത്തുന്ന ആ റാങ്കിൻ്റെ തിളക്കം പത്തനാപുരം പഞ്ചായത്തിലേക്ക് എത്തിച്ച റീനു അന്ന മാത്യുവിനും കുടുംബത്തിനുമൊപ്പം രാജ്കിരണിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.